ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് മലയാളി ഒരിക്കലും വെറുക്കാത്ത നമ്മുടെ സ്വന്തം കേരള പൊറോട്ട എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്വാദിഷ്ടമായ പൊറോട്ട വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ പഞ്ചസാര ഇത്രയും എടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഹസ്ബൻഡാണ് ഇത് പൊറോട്ട മേക്കർ. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, കൈ മാത്രമേ കാണാവൂ, അതുകൊണ്ട് കൈ മാത്രം കാണിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3 സ്പൂൺ പാല്, അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 1 കിലോ മൈദ മാവ്, ഈ മുട്ടയും പാലും പഞ്ചസാരയും ഉപ്പും എല്ലാം നന്നായിട്ട് ആ മാവിൽ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ വേണം മാവ് നനച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ഞാൻ പിന്നാലെ ക്യാമറയിൽ കാണിക്കാം. അതിന് 1.5 ഗ്ലാസ് വെള്ളം എടുത്തപ്പോഴാണ് ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിച്ചത്. ഇനി അതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ, ഒരു 4 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഏതായാലും മതി, സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഏതെങ്കിലും ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു 10-15 മിനിറ്റ് നന്നായിട്ടുണ്ട്. ഈ ഗ്ലാസ്സാണ്, ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. 15 മിനിറ്റോളം നന്നായിട്ട് ആ മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ച് എടുത്തു. 10-15 മിനിറ്റോളം ഞാനത് നന്നായിട്ട് മർദ്ദിച്ച് വെച്ചു. ഇനി അതായത് നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് മൂടി വെക്കണം. അപ്പോൾ ഈ മാവ് കുഴയ്ക്കുന്നതിലാണ് കാര്യം. ഒരുപാടിട്ട് നമ്മൾ നന്നായിട്ടത് സോഫ്റ്റാക്കി എടുക്കണം. എത്രത്തോളം അത് ഇട്ട് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം അത് സോഫ്റ്റ് ആകും. കണ്ടോ, നമ്മൾ വെച്ച മാവല്ല, 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഈ പാത്രം അത് ഈ തുണിയിട്ട് മൂടി വെക്കുന്നതിന് മുമ്പ് ഇത്തിരി എണ്ണ തൂത്തിട്ട് വേണം ഈ മാവ് അതിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തപ്പോൾ കണ്ടോ ഒട്ടാതെ ഇറങ്ങി വന്നേ. ഇനി അത് താഴെ ഇട്ടൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയിട്ട് അത് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൽ നിന്ന് ഇങ്ങനെ ബോളുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1 കിലോ മാവിൽ നിന്ന് നമുക്ക് 30 പൊറോട്ട വരെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് 28 പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 28. അതെനിക്ക് തോന്നുന്നു നമ്മൾ അത്ര വലിയ പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടെ വലുതായിട്ടൊക്കെ നമ്മളവിടെ ലാഭേച്ഛ ഇല്ലാതെയാണ്, നമ്മുടെ വീട്ടിലേക്കായതുകൊണ്ടായിരിക്കും. എന്തായാലും 28 പൊറോട്ട നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഈ ബോൾ പിടിച്ച് 15 മിനിറ്റ് നമ്മൾ വീണ്ടും നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ എണ്ണയിൽ മുക്കിയ തുണിയോ വെച്ചത് മൂടി വെക്കണം. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം അതെടുത്ത് നമ്മൾ വീശി അടിക്കുകയാണ്. അപ്പോൾ ഇത് സേവനാഴിയിലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. പക്ഷേ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്ര സക്സസ് ആയിട്ട് തോന്നിയില്ല. എപ്പോഴും പൊറോട്ട വീശി അടിച്ചുണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അത് എളുപ്പമാണ്. ഒരു മാവ് പരത്തിയിട്ട് ഒരു സൈഡ് ഇങ്ങനെ വെച്ച് ചെറുകെ ഇങ്ങനെ അടിച്ച് അപ്പോൾ അതിങ്ങനെ ആ മാവ് ഇങ്ങനെ മൈദ മാവല്ലേ, അതിങ്ങനെ വലിഞ്ഞ് ഒരു എന്താ പറയുന്നത്, ഒരു നല്ല തുണി പോലെ അങ്ങാവും. അപ്പോൾ അത് പിന്നെ അത് കീറാൻ തുടങ്ങുമ്പോൾ നമ്മൾ നിർത്തുക. എന്നിട്ടത് കട്ട് ചെയ്ത് ആ ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ട വെച്ച് കണ്ടോ ചെറുകെ അതിങ്ങനെ ആ ഒരു ബോൾ തന്നെ ചെറുകെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. എന്നാണ് ഇതുവരെ അത് കീറിയിട്ടില്ല, പക്ഷെ കുറേ അടിച്ച് കഴിയുമ്പോൾ അത് കീറും. ആ കീറുന്ന പരുവത്തിൽ നിർത്തണം. എന്നിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കണ്ടോ കീറി തുടങ്ങി കണ്ടോ. ഇനി അടിക്കാൻ നിൽക്കണ്ട, ഇനി അത് കട്ട് ചെയ്ത് ചുറ്റി വെക്കണം. കണ്ടോ, കട്ട് ചെയ്ത് ഇങ്ങനെ ചുറ്റി എണ്ണ ശരിക്കും നമ്മൾ കയ്യിലും അത് താഴെയൊക്കെ നന്നായിട്ട് എണ്ണ തൂത്തേക്കണം. അല്ലാതെ ഇല്ല, എണ്ണ ഒരുപാട് വേണം. അങ്ങനെ ചുറ്റി വെക്കുക. ഉണ്ടോ. എന്നിട്ടൊരു അന്നേരം ഒരു 10 മിനിറ്റ് കൂടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കയ്യുടെ ആ ചെവിട് വെച്ച് ഇങ്ങനെ പരത്തി എടുക്കുക. പരത്തി അന്നേരം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. കണ്ടോ നന്നായിട്ട് പരത്തി വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ ഡെയിലി ഒന്നും പൊറോട്ട ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ ഇല്ല, വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി പഠിക്കാം. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ തന്നെ നമുക്കിത്
ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പം വലിയൊരു ദോശക്കല്ലാണെങ്കിൽ ഇത് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു ദോശക്കല്ലാണ്. അപ്പോൾ അതിൽ നമുക്കൊരു 3 എണ്ണമൊക്കെ ഇടാൻ പറ്റും. ഇത്തിരി നീളത്തിലുള്ള കടയിലൊക്കെ ഇരിക്കുന്നതിലത്തെ ഒക്കെ അതിനകത്തൊക്കെ അവർ ഒത്തിരി ഇടുന്നുണ്ട് കണ്ടോ. എന്നിട്ടൊരു ഒരുമിച്ചൊരു 5-6 എണ്ണം ചുട്ട് കഴിയുമ്പോൾ അത് ആ ചൂട് മാറാതെ തന്നെ ആ ചൂടോടെ തന്നെ എടുത്ത് നമ്മുടെ കൈ ഇത്തിരി പൊള്ളും ഇങ്ങനെ വെച്ച് അത് ഒതുക്കിയെടുക്കണം. അത് ഒതുക്കിയെടുക്കുമ്പോഴാണ് ഇത് ലേയർഡായിട്ട് മാറുന്നത്. നല്ല സോഫ്റ്റ് പൊറോട്ട നമുക്ക് കണ്ടോ, നല്ല ലേയർഡായിട്ട് കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് വളരെ വൃത്തിയോടുകൂടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളിത് പോയി കഴിക്കട്ടെ. താങ്ക്